ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്, കൂഴച്ചക്ക. അപ്പോൾ അത് വെച്ച് ഇച്ചിരി ചക്കയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ചക്കയപ്പത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. 2 ബൗള് അരിമാവ്, പിന്നെ 1 ബൗള് ശർക്കര, പിന്നെ 1 മുറി തേങ്ങ, പിന്നെ ചക്ക ഞാൻ ഇതിൽ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലിടുക. ഇതിൽ വെള്ളം ഒഴിക്കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ ചക്കയും ശർക്കരയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അധികം വെള്ളമേ ഒഴിക്കണ്ട, അല്ലാതെ തന്നെ ഇതിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഏലക്ക ചതച്ചത് കുറച്ചും കൂടെ, ഒരു 5-6 ഏലക്കയും കൂടെ ഇട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യും. കണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ പാത്രം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് വാഴയിലോട്ട് നെയ്യ് തേച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് കണ്ട മടക്കി പിന്നെ ഇലയിലോട്ട് ഇത്ര കട്ടിയിൽ തന്നെ വേണം. വെള്ളമായി പോയാൽ പിന്നെ നമുക്കിത് വാഴയിലയിൽ ഇങ്ങനെ ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വാഴയിലയിൽ നമ്മൾ മാവ് വയ്ക്കുന്നതിന് മുമ്പ് ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയായി. 2 ബൗൾ മാവ്, കുറച്ച് തേങ്ങ, 1 മുറി തേങ്ങയല്ലേ പറഞ്ഞു, 1 മുറി തേങ്ങ, 1 ബൗൾ ശർക്കര, 20 ചക്കച്ചുളയും കൂടെ എടുത്തിട്ടാണ് മിക്സ് ചെയ്തത്. അതിലൊരു 7 എണ്ണം എനിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആയിട്ടുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ചക്കയപ്പം റെഡി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചക്കയപ്പം റെഡി ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ കഴിക്കണം, എല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.